ദൈവമേ ഇതൊക്കെ വന്നു ലാസ്റ്റ് ഞാൻ ഇനി ഒന്നുകൂടെ എയറിൽ കയറണം. നീ തീർന്നടാ, നീ തീർന്നു. ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഹലോ എന്നിട്ട് ഞാനിങ്ങനെ കൈയോടെ ചമ്മിപ്പോയി. പിന്നെ ഞാൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈശ്വര പറഞ്ഞോ. ഇവനെ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതൊന്നും ടാഗ് ലൈൻ ചെയ്തത് ഒരു മണ്ടനാണെന്ന് പറയില്ലേ. അന്നേരം ആ സ്വർണ്ണക്കടത്തിന്റെ കേസ് ഒന്ന് നോക്കിയാൽ അറിയാത്ത ചാനലുകാരുണ്ടായിരുന്നില്ല. എത്ര സ്ഥലത്ത് വന്നെന്ന് അറിയോ. തൃശ്ശൂർ സേഫാണ്. തൃശ്ശൂര് ഒരു ജയിച്ച ഒരു മാസത്തിനുള്ളിൽ എവിടെ എന്ന് ചോദിക്കരുത്. ടേക്ക് ടൈം. ആദ്യമായിട്ട് ദുൽഖറിനെ കാണുന്നു. കണ്ട വഴിക്ക് എന്നോട് ചോദിച്ചു ബാംഗ്ലൂർ ഡേയ്സ് കണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ദിലീപേട്ടനെ തള്ളി പറഞ്ഞിട്ടില്ല എവിടെ. ഞാൻ പറഞ്ഞിട്ടുള്ളത് സത്യം തെളിയണം. സെലിബ്രിറ്റി ടോക്കിലെ ഇന്ന് നമ്മളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ജ്യോതി കൃഷ്ണയാണ്. ഹലോ, ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ചോദിക്കട്ടെ, എവിടെയാണ്? ഒരു വിവരം ഇല്ല. അതെ, ഞാനങ്ങ് നാട് വിട്ടുപോയി. കുറെ കാലം ആമി കഴിഞ്ഞിട്ട് പോയതാന്ന് തോന്നുന്നല്ലേ. പിന്നെ ഒരു വിവരം ഇല്ല. അതെ, ആമി കഴിഞ്ഞപ്പോ ഒന്ന് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. അതെ, പിന്നെ ഒരു പോക്ക് പോയി. പിന്നെ ഒരു പോക്കങ്ങ് പോയി. ഇങ്ങനെ അല്ലാതെ എവിടെ പോയി ഒരു വിവരം ഇല്ല. അതെ, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുണ്ട്, പക്ഷെ അങ്ങനെ ആക്റ്റീവ് ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും എന്നോട് ചോദിക്കുമ്പോ എന്താ എവിടെയാ ഒരു അറിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിടയ്ക്ക് ഇവിടെയൊക്കെ വരുമ്പം ഈ സിനിമയിലുള്ള ആൾക്കാരാണെങ്കിലും ജ്യോതി എവിടെയാ ഒരു അറിവില്ലല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് എന്റെ പേജൊക്കെ തോൽവിയാണോ എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഒരു പോസ്റ്റ് ഒക്കെ ഇടും. ഇടയ്ക്കൊക്കെ ഇടും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ. എന്നാ ഇനി ഒരു കംബാക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിളിച്ചാൽ ഞാൻ ഇപ്പൊ വരാൻ റെഡിയാണ്. ഞാൻ റെഡിയായി. പക്ഷെ നല്ലൊരു വർക്ക് ഇതുവരെ വന്നില്ല എന്നുള്ളതാണ് സത്യം. നല്ലൊരു വർക്ക് വന്നാലല്ലേ. ഇപ്പൊ വെറുതെ ചുമ്മാ പേരിന് ആ വർക്ക് ചെയ്തു ഈ വർക്ക് ചെയ്തു അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലത് എന്തെങ്കിലും ഒന്ന്. കാരണം എനിക്ക് ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിലും ഹിറ്റിനേക്കാൾ കൂടുതൽ ഫ്ലോപ്പാണ് എൻ്റെ ലിസ്റ്റിലുള്ളത്. അപ്പം തന്നെ ഒരു പേരുണ്ട്, അയ്യോ ഒട്ടും ലക്കി അല്ലാത്ത നായികയാണ്, ചെയ്ത പടങ്ങളെല്ലാം ഫ്ലോപ്പാണ്, ആകെ 1-2 സിനിമയെ സക്സസ് ആയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഞാൻ ഓർത്തു ഇനിയെങ്കിലും തിരിച്ചു വരുമ്പോൾ ഫ്ലോപ്പിന്റെ എണ്ണം കൂട്ടണ്ട, കുറച്ച് നല്ല സിനിമകൾ ചെയ്യാം. ശരിക്കും ജ്യോതി ആയിട്ട് തന്നെ ബ്രേക്ക് എടുത്ത അതോ ആഫ്റ്റർ മാരേജ് വന്ന ബ്രേക്ക്? കല്യാണം കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു ബ്രേക്ക് ഉണ്ടാവുമല്ലോ. കാരണം കല്യാണം കഴിഞ്ഞാൽ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാനുള്ള ഒരു സമയം, അതിൻ്റെ ഇടയിൽ പ്രഗ്നൻസി, പിന്നെ കുട്ടി ഒരു ഏജ് വരെ നമ്മൾ നന്നായിട്ട് നോക്കേണ്ട ഒരു ഇതല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് തന്നെ എടുത്തൊരു ബ്രേക്ക് തന്നെയാണ്. മോനൊരു 3 വയസ്സ് വരെയൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം അവൻ 5 വയസ്സായി. എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും. അപ്പം ഞാൻ ഓർത്താ ഓക്കെ ഇനി എനിക്ക് തിരിച്ചു വരാം എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ തിരിച്ചു വരാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. സോ നല്ലൊരു സിനിമ ഇപ്പോൾ ഈ ഒരു ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആഫ്റ്റർ മാരേജ് ആക്ട്രസുകളൊക്കെ കരിയർ വിടുക അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ദിവ്യ ഉണ്ണി ആയാലും സംവൃത സുനിൽ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ പൊതുവേ അങ്ങനെ പറച്ചിലുണ്ടെങ്കിലും ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മാറുന്നുണ്ടെന്ന്. അങ്ങനെയല്ല, ഇവിടെ നിന്ന് വിട്ടുമാറുന്നവരാണ് കൂടുതലും ബ്രേക്ക് വരുന്നത്. നാട്ടിലുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു ബ്രേക്ക് വരുന്നതായിട്ട് ഇപ്പൊ മിയ കല്യാണം കഴിഞ്ഞിട്ടും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ശിവദ, അവരെല്ലാം ഇവിടെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് ഒരു ബ്രേക്ക് വരുന്നില്ല. നമ്മൾ പുറത്തേക്ക് പോകുന്നവർക്ക് പലർക്കും ഈ പറയുന്ന മാതിരി ഓയ്യോ ദുബായിൽ അല്ലെങ്കിൽ അവിടെയാണ്. ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് എത്തുന്നതിനേക്കാൾ കുറവ് സമയം മതി ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ അയ്യോ ദുബായിലല്ലേ അവിടെ നിന്ന് വരണ്ടേ എന്നൊക്കെ പറയുന്നേക്കാം. അപ്പം അവരടുത്തുള്ള ആൾക്കാരെയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം വരുന്നൊരു ബ്രേക്ക് ഉണ്ട് ശരിക്കും. വിളിക്കില്ല. എക്സ്പെൻസ് ചിലപ്പം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ എക്സ്പെൻസ് കൂടുതലാണ്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മേ ബി അതൊക്കെ ആയിരിക്കാം ആ വരുന്ന ബ്രേക്ക്. ജ്യോതിനെ സംബന്ധിച്ചിടത്തോളം വരാൻ റെഡിയാണ്, സിനിമയിൽ അഭിനയിക്കാൻ റെഡിയാണ്. ഓഫർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇപ്പൊ ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു? ചാൻസ് അല്ല. ഇപ്പൊ ഞാൻ വെരി ഫ്രാങ്ക്, ഞാൻ ഇന്നലെ ഒരു സ്ക്രിപ്റ്റ് കേട്ടു. സത്യമായിട്ടുള്ള കാര്യം പറയണത്. എന്റെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞ അടിപൊളി സ്ക്രിപ്റ്റാ, ഇത് ആരെ ഈ ക്യാരക്ടർ ചെയ്യണമെന്നുള്ള എനിക്കറിയില്ല. ഒന്നെങ്കിൽ നല്ലൊരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന, മീൻസ് ഇപ്പൊ സ്റ്റാർ വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരാൾ ചെയ്താൽ നിൽക്കാവുന്ന ഒരു സിനിമയാണ്. അല്ലാതെ ഇത് എന്നെയൊക്കെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനെ പോലും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനത്തെ സിനിമയൊക്കെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എനിക്ക് തന്നെ എൻ്റെ വാല്യൂ എനിക്കറിയാലോ. ഇപ്പം ഞാൻ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലിയിലുള്ളവർ പോലെ എല്ലാവരും പോയി സിനിമ കാണണമെന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമില്ലല്ലോ. അപ്പം എനിക്കെപ്പോഴും വലിയ നല്ല സിനിമകളുടെ ഒരു ചെറിയ ഭാഗമാവാനാണ് ഞാൻ സത്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ഹീറോയിനായിട്ട് തിരിച്ചു വരാനോ അങ്ങനെയല്ല. ആ ഒരു കോൺസെപ്റ്റ് മാറി.
അതെ, ഈ കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെ ഓഫറുകൾ വന്നിരുന്നു, അതായത് ഇപ്പൊ ബ്രേക്ക് എടുത്ത ടൈമിലൊക്കെ വന്നിരുന്നു, ആ സമയത്തൊക്കെ നല്ല മൂവീസ് ഒക്കെ ആയിരുന്നു. അതാണ് ഇല്ല ഈ വരുമ്പം ഞാൻ ഒരിക്കലും എനിക്ക് ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട് എനിക്ക് ഇനി ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞൂടെ ചെയ്യാം, എനിക്കറിയില്ല, എനിക്ക് അതിനോടൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എപ്പോഴും. 3 സിനിമ ഇതുപോലെ തന്നെ വന്നു, 3 ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. എന്നോട് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആവാം. പുള്ളി പറയും നിനക്ക് എന്താ തോന്നണേ നീ അത് ചെയ്യുന്ന പറയും. അമ്മ അതേ കാര്യം പറയും ചെയ്യുന്ന പറയും. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജ്യോതി ചെയ്ത ടൈം പീരീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആക്ടേഴ്സിന്റെ കൂടെ, നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ, ഇപ്പോൾ DQ ഉണ്ട്, ദിലീപ് ഏട്ടനുണ്ട്, പിന്നെ ജീത്തു ജോസഫിന്റെ ഫിലിം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ അയ്യോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് തോന്നും. പിന്നെ പ്രത്യേകിച്ച് ആ സമയത്ത് നായികയായിട്ടായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ഓഫേഴ്സ് വരുന്നില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാനും വിചാരിച്ചിരുന്നു എനിക്ക് എന്ത് പ്രശ്നമുണ്ടല്ലോ, എന്നെ ആരും എന്താ വിളിക്കാത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എനിക്കുണ്ടായിരുന്നു. അവിടെ ചെന്നിരുന്ന് ഒരുപാട് പേരെടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ അതിൽ മനസ്സിലാക്കിയത് ഒരു 80% ആളുകൾക്കും സിനിമയില്ല അവിടെയുള്ളവർക്ക്. അവരെല്ലാം സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്, അന്വേഷിച്ചിട്ട് സിനിമ ഞങ്ങൾക്കൊരു അവസരം തായോ അങ്ങനെ ചെയ്യും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പല മെയിൻ സ്ട്രീമിൽ നിന്നിട്ടുണ്ടായിരുന്ന നായികമാരടക്കം ഞാൻ കേട്ടു. എൻ്റെ പുറകിലിരുന്നിട്ട് ഒരാൾ ചോദിക്കുന്നു എന്താ ഇപ്പോൾ ചേച്ചി സിനിമയിൽ അഭിനയിക്കാത്തതെന്ന് പറയുമ്പോൾ അവർ പറയുന്നു എന്നെ ആരും വിളിക്കുന്നില്ല എന്ന് പറയുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു എന്താ പറയാ, എന്തുകൊണ്ടായിരിക്കും ശരിക്കും അങ്ങനെ? അതായത് ഇപ്പോൾ ഒരു കാലത്ത് ഭയങ്കര സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ ഓഫേഴ്സ് വരുന്നില്ല. അതിപ്പോ നമ്മള് സിനിമയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ഗ്രൂപ്പിസം, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. ഗ്രൂപ്പിസം ഉണ്ടെന്ന് തോന്നാറുണ്ടോ ഫിലിമിൽ? ഇതിപ്പോ ഞാൻ വേറൊരു ഇതിൽ ഞാൻ പറയട്ടെ, നമ്മൾ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഗ്യാങ് വന്നു, നമുക്ക് കുറച്ച് പേര് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നു, കുറച്ച് കംഫർട്ട് ആവുന്നു, നമ്മൾ പിന്നെ അവരെ തന്നെ ചൂസ് ചെയ്യുന്നത് അത് അവരുടെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്യാങ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ലേ. ഇപ്പം ഞങ്ങൾ ദുബായിലൊക്കെ അങ്ങനെയാണ്, നമ്മൾ വീക്കെൻഡൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടാവും. നമ്മൾ തന്നെ സ്ഥിരമായിട്ടും പുറത്തോട്ട് പോകുന്നത് ഒരുമിച്ചായിരിക്കും. വേറൊരാൾ പുതിയത് വരുമ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പം നമ്മളെപ്പോഴും ആ കംഫർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അത് തന്നെ ആയിരിക്കാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിസം അല്ലെങ്കിൽ എന്താ പറയുക, അത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഉണ്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ജ്യോതി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ടൈം പീരീഡിലെ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ കാസ്റ്റിങ്ങിലായാലും മേക്കിങ്ങിലായാലും ഈവൻ ക്യാരക്ടേഴ്സിലാണെങ്കിൽ പോലും ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ഈ ഓഫർ വരുന്നതിന് ഒരു ബാധിച്ചേക്കാം. ആയിരിക്കാം, ആരില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം പല സിനിമകളിലും സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ ഉള്ളത് തന്നെ ഒരു വാവ് എന്ന് പറയാവുന്ന ഒരു പെർഫോമൻസുകളൊന്നും വരാറില്ല. പിന്നെ ചില സിനിമകളിൽ ഉണ്ടാവുന്നുണ്ട്, ചിലപ്പോൾ നല്ല സിനിമകൾ സ്ത്രീ ഇപ്പൊ ഉള്ളൊഴുക്ക് പോലത്തെ സിനിമകൾ വരുന്നുണ്ട്. ഇതിങ്ങനെ സിനിമ 100% ലക്കാണ്. അത് നമ്മുടെ ഭാഗ്യം അനുസരിച്ചിട്ടാണ് സിനിമ വരുന്നതും. വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിനകത്ത് നിൽക്കണോ എന്നുള്ളത് പോലും ആ ഒരു ഭാഗ്യത്തിനനുസരിച്ചിട്ടേ ഇരിക്കുള്ളൂ. നമ്മൾ എത്ര ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയില്ല ഹാർഡ് വർക്ക് ആണ്, എത്ര കഷ്ടപ്പെടണം. നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യത്തിൽ 100 പേരെങ്ങാണ്ടേ സിനിമയിൽ സക്സസ് ആവുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഈ ആഗ്രഹങ്ങളായിട്ട് പുറത്തു നിൽക്കുന്നതും കഷ്ടപ്പെടുകയും ചാൻസ് ചോദിച്ച് നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അവരൊന്നും എന്തുകൊണ്ടാവുന്നില്ല? ഹാർഡ് വർക്ക് ഇല്ലാണ്ടാണോ? അല്ല. അപ്പൊ അതൊരു ഭാഗ്യമായിട്ടുള്ള ഒരു ലക്കാണ് മെയിൻ ഫാക്ടർ. ഈ അടുത്തിടെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു, അതായത് മലയാള സിനിമയിൽ നിന്ന് സ്ത്രീകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ അതിനോടൊക്കെ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നൊന്നുമില്ല, കുറവ് വരുന്നുണ്ട്. പണ്ട് അത് ഓഡിയൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ സബ്ജക്റ്റ് മാറുന്നതിന്റെയും കാരണം. പക്ഷെ ഈ പടങ്ങളെല്ലാം ഹിറ്റല്ലേ, അപ്പൊ അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതല്ലേ അതിനെ കാണേണ്ട ഒരു കാര്യം. പണ്ടത്തെ സിനിമകൾ നോക്കുവാണെങ്കിൽ എന്തു രസമായിട്ടുള്ള ലേഡി ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഓരോ സിനിമയിലും 2, 3, 4 ഹീറോയിൻസും, അല്ലെങ്കിൽ ഒറ്റ ഹീറോയിനും 4 ഹീറോസും, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വരെ ഉണ്ടായിരുന്ന ഒരു സിനിമ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല ഇപ്പോഴത്തെ ഇത്. ആളുകൾ മാറുന്നു, കാര്യങ്ങൾ മാറുന്നു, അതിനനുസരിച്ച് ഓഡിയൻസ് മാറുന്നു. ഇതിനകത്തൊന്നും പറയാനില്ല. നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടി സിനിമ വേണം എന്നോട്ട് വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്നും ചെയ്യാനില്ല. സിനിമയിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാ നോക്കി കാണുന്നത്? അയ്യോ, എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. മിസ് ചെയ്യുന്നുണ്ട്, തന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒന്നുകിൽ നല്ല ബാനർ ആയിരിക്കണം, ആക്ടറിനെ നോക്കും, ഡയറക്ടർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇങ്ങനെ കുറെ സാധനങ്ങൾ. ഇപ്പൊ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയ ആൾക്കാർ ഒരു ഗ്യാങ് ആയിട്ട് വരുന്നു, പടം ഇങ്ങനെ ഹിറ്റാവുന്നു. സോ ഒത്തിരി മാറ്റങ്ങൾ വന്നു സിനിമയിൽ. ടെക്നിക്കൽ വൈസ് ആണെങ്കിലും
കൊറേയൊക്കെ ഈവൻ പ്രൊമോഷനിലാണെങ്കിൽ പോലും ഇപ്പോഴല്ലേ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള അത് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ ശരിക്കും പ്രൊമോഷൻ ഞങ്ങളൊക്കെ ഉള്ളപ്പം ഞാനിപ്പോ 7 വർഷമായിട്ടുള്ള സിനിമയിൽ മാറിയത്. പക്ഷെ 7 വർഷം എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ പറയും 7 വർഷമാണെന്ന് പറയും, പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അന്നൊക്കെ ഇങ്ങനത്തെ പ്രൊമോഷൻ, ഇങ്ങനത്തെ ഓൺലൈൻ മീഡിയാസ് അല്ല. അന്ന് TV ചാനൽസ് ആണ്. അപ്പൊ നമ്മൾ ഓടി നടന്നു, TV ചാനൽസുകാർ വരുന്നു, ആദ്യത്തെ ചെയ്യുന്നത്. ഇപ്പം മൊത്തത്തിൽ മാറിയില്ലേ. ഇപ്പൊ TV ചാനൽ ഇല്ല, ആക്ച്വലി ഓൺലൈൻ മീഡിയ ആണ് ഹിറ്റ്. അതൊക്കെ വലിയ മാറ്റങ്ങളല്ലേ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ കാണുന്നതാണ് ഓരോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേനും ഫുൾ ക്യാമറയായിട്ട് മൊബൈലായിട്ട് ഇങ്ങനെ പുറകില് വരുന്നത് അല്ലേ. അതെ, എനിക്ക് പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. ദുബായിലായതുകൊണ്ടായിരിക്കണം. ഇപ്പോഴും എന്റെ പേരറിയുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നെ വന്നിട്ട് ചോദിക്കുന്നത് ജോസുട്ടിയിലെ ലൈഫ് ഓഫ് ജോസുട്ടിയിലെ അങ്ങനെ ചോദിക്കാറുള്ളൂ. അപ്പം അതിനു മാത്രമുള്ളൊരു എന്തെങ്കിലും ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ ആളുകളുടെ മനസ്സിലേക്ക് വരുള്ളൂ എന്ന് പറയില്ല. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വരുമായിരുന്നു. ഈ ക്യാരക്ടർ ഭയങ്കര, ഈ റോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സത്യത്തില് ജ്യോതിയുടെ കരിയറിലെ ഒരു ഭയങ്കര സംഭവമാണല്ലേ. അതായത് റോസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇപ്പോഴും തിരിച്ചറിയുന്നത്, അതായത് ജ്യോതി കൃഷ്ണ എന്നുള്ള പേരിനെക്കാട്ടിലും കൂടുതൽ റോസ് എന്ന് പറഞ്ഞ ആൾക്കാർ തിരിച്ചറിയുന്നത് അത് അത്രയും അക്സെപ്റ്റൻസ് കിട്ടിയതുകൊണ്ടല്ലേ. അതെ, ഓഫ് കോഴ്സ്. ആ ഒരു സിനിമ എനിക്ക് തന്നിട്ടുള്ളതാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതിന്റെ ഒരു ഇത്. കാരണം ബാക്കിയുള്ള ഏത് സിനിമകൾ ചെയ്തിട്ടാണെങ്കിലും അത്രയും ഒരിക്കൽ ഇപ്പം ഈവൻ പറയുവാണെങ്കിൽ ദുൽഖറിന്റെ കൂടെ ഹീറോയിനായിട്ട് അഭിനയിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഞാൻ മൂവി അത്രയും വലിയൊരു ഇത് ഇപ്പൊ നോക്കുവാണെങ്കിൽ, തിരിഞ്ഞു നോക്കുവാണെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ എന്നിട്ട് പോലും ആളുകൾക്കൊന്നും തന്നെ മനസ്സിലാവില്ലായിരുന്നു. ഞാൻ നല്ല സുഖമായിട്ട് ഇറങ്ങി നടക്കുമായിരുന്നു അന്നൊക്കെ, ആർക്കും അറിയില്ല. പക്ഷെ ജോസുട്ടി റിലീസ് ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ, അപ്പം പിന്നെ എല്ലാവർക്കും മനസ്സിലായി. എവിടെ പോയാലും വരുന്ന ആളുകൾ ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് തന്നെ പറയില്ലേ, എന്തെങ്കിലും ചെയ്തു എന്നൊരു ഫീല് വരുന്നത് ഇപ്പോഴും ജോസുട്ടിയിലെ റോസ് തന്നെയാണ്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു DQന്റെ കൂടെയൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒന്നും അത് പോസിബിൾ അല്ലാത്ത കാര്യമായി കഴിഞ്ഞു. കാരണം ദുൽഖർ അങ്ങ് മാറിയില്ലേ, പാൻ ഇന്ത്യൻ സ്റ്റാർ ആയില്ലേ. എന്നാലും ഒരു ഓഫർ വരുവാണെങ്കിൽ എന്തായാലും ചെയ്യലോ, ഉറപ്പായിട്ടും. പിന്നെ അങ്ങനെ എന്തായാലും വരില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, എങ്കിലും ഞാൻ പറയാലോ. അതെന്താ അങ്ങനെ വിചാരിക്കുന്നത് വരില്ല എന്ന്? നമ്മൾ ഓൾറെഡി മൈൻഡിൽ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണോ? എനിക്കറിയില്ല. അങ്ങനെ ചിലപ്പോ എന്റെ കോൺഫിഡൻസ് കുറവ് തന്നെ ആയിരിക്കണം. എനിക്ക് തന്നെ എന്നിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, എൻ്റെ ചിന്തകളിൽ ഒരുപാട് മാറ്റം വന്നു. അപ്പൊ എനിക്ക് തോന്നായികയായി തുടങ്ങി എനിക്കിനി ഇങ്ങനെ ഒരു കംബാക്കിൽ ഇങ്ങനെ പറയുന്ന ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സാധനം. അത് കോൺഫിഡൻസ് കുറഞ്ഞു പോയി. പക്ഷെ ഇനിയിപ്പോ ഒരുപാട് ഓഫറുകൾ വരുവാണെങ്കിൽ തന്നെ കോൺഫിഡൻസ് ഇല്ലാണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ലല്ലോ. ക്യാരക്ടർ കിട്ടിയ ഉറപ്പായിട്ടും ഞാനത് എന്റെ മാക്സിമം ചെയ്യാം, അതിന് എനിക്കൊരു പേടിയില്ല. പക്ഷേ എവിടെയോ വിദൂരത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം വന്നിട്ടും അങ്ങനെ പറയരുത്, ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നൊക്കെ പറയും. പക്ഷെ കുറെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടും ഒരേ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതൊരു എന്തോ ഒരാൾ പുറകിൽ നിന്ന് പുള്ളിയുന്നൊരു ഫീലായി എനിക്കത്. വേണ്ട ഇത് എന്ത് നടക്കാൻ, അങ്ങനെയുള്ള ഒരു ഇത് വരുവാണെങ്കിൽ വരട്ടെ. ആരോടെങ്കിലും ചോദിച്ചിരുന്നു എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും? ഈ നമ്മള് എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിരുന്നു അത്. ചാൻസ് ചോദിക്കാന്ന് പറയുന്നത് ചെയ്യില്ലായിരുന്നു. അന്നും സിനിമയിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് അമ്മ എപ്പോഴും പറയും, നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും ഓർത്തിരിക്കണം എന്നില്ല, നിന്നെ ആരാ ദിവസം ഓർക്കുന്നത്, ആരും ഓർക്കണം എന്നില്ല, നീ വിളിക്കണം, സംസാരിക്കണം, അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് പറയും. ഞാനപ്പോഴും വേണ്ട അയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കും. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പം പിന്നെ എപ്പോഴും അമ്മ മമ്മൂക്കയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട്, മമ്മൂക്ക പണ്ടത്തെ ഇന്റർവ്യൂ മമ്മൂക്ക അതിൽ പറയുന്നുണ്ട്, ഞാൻ ചാൻസ് ചോദിക്കും എല്ലാവരോടും എന്നൊക്കെ പറഞ്ഞു. അപ്പനെ വിളിച്ചിട്ട് മമ്മൂക്ക വരെ ചാൻസ് ചോദിക്കണം എന്നിട്ടാണോ നിനക്ക് ചോദിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്തൊക്കെ വിളിച്ചു. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണത് ദുബായിലെ ഫ്ലോറ ഹോസ്പിറ്റാലിറ്റി അതിലാണ്. അപ്പൊ അവിടെ ഡയറക്ടർ ഓഫ് സെയിൽസ് ആണ് പുള്ളി. മലയാളികളാണ് ഫുൾ അവിടെ. ഈ പറയുന്ന എല്ലാ സെലിബ്രിറ്റീസും വന്നാലും ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഒരുവിധം എല്ലാവരും. അപ്പൊ എനിക്ക് പരിചയമുള്ള ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലൊക്കെ വരുമ്പോൾ അരുണനോട് പറയും, എന്താ പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇന്ന ആള് വന്നിട്ടുണ്ട്, അവര് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് കംഫർട്ട് ഉള്ളവരാണെങ്കിൽ ഞാൻ വിളിക്കും, എന്താ വിശേഷം, എന്താണ്, ഞാനിവിടെ ഉണ്ട് എന്താണ്. അപ്പൊ നമ്മൾ മീറ്റ് ചെയ്യും, ചെന്നിട്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ പറയും, ഞാനിങ്ങനെ തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ എന്ന് പറയും. അല്ലാതെ ചാൻസ് എല്ലാരും ഇങ്ങനെ ചോദിക്കും, എന്താ നിന്റെ പ്ലാനിങ്, എന്താ ഇനി അടുത്ത പ്ലാൻ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഞാനിങ്ങനെ തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. ആണല്ലേ, ഓക്കെ എന്ന് പറയാം. അങ്ങനെയാണ് എൻ്റെ ചാൻസ്. ഞാൻ ചോദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ചാൻസ് ആയിട്ട് ചോദിക്കാനായിട്ട് പറയില്ലേ, നമുക്കുള്ളതാണെങ്കിൽ നമ്മളെ തേടി വരുന്നു പറഞ്ഞ പോലെ അല്ലേ.
ചോദിക്കുക എന്തോ ഒരു നാണക്കേടോ എന്തായാലും പറയാന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ആക്റ്റീവ് ആവുമായിരുന്നു. കാരണം നമ്മുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളും അവരൊക്കെ ആയിട്ട് നിന്ന് ചിലപ്പം ആ ഒരു ഇതൊക്കെ മാറി. ഞാൻ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒത്തിരി നാളായതുകൊണ്ട് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആ അമ്മയുടെ മീറ്റിങ്ങിന് ചെല്ലുമ്പോഴാണെങ്കിലും എന്നെ ആരെങ്കിലുമൊക്കെ ഓർക്കണുണ്ടാവോ എന്നുള്ളൊരു ചിന്തയൊക്കെ ആവാൻ തുടങ്ങി. എനിക്ക് നാണക്കേട് വരുന്നു. എനിക്ക് എന്തോ ഒരു ഇത് ഇതൊക്കെ ഐ ഡോണ്ട് നോ. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണോ? ഇടയ്ക്കും തലയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോ പോസ്റ്റൊക്കെ കാണും. നവ്യ ചേച്ചിയൊക്കെ കണ്ടില്ലേ, അവര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജ്യോതിക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻസ്പിറേഷൻ നവ്യ ചേച്ചി, മഞ്ജു ചേച്ചി അവരൊക്കെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് എടുത്ത് പോയിട്ട് ഭയങ്കര കംബാക്ക് ആയിരുന്നു നടത്തിയത്. നവ്യ ചേച്ചി ഇപ്പൊ ഞാൻ റീസെന്റ് കണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, എന്റെ സൂപ്പർ സീനിയർ ആണ് ചേച്ചി, പക്ഷെ എന്താ ആക്റ്റീവായിട്ട് ഇങ്ങനെ എല്ലാ ഇതിൽ ചെന്ന് കഴിഞ്ഞാലും പുള്ളിക്കാരത്തേക്ക് അറിയാം എപ്പോഴും ഭയങ്കര എനർജി. അപ്പൊ ഞാനിങ്ങനെ നോക്കിട്ട് ഞാൻ കണ്ടു പഠിക്കാനുണ്ട്. ഹസ്ബൻഡ് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആണോ? നല്ല സപ്പോർട്ടീവാ. എന്ത് ഫിലിമിൽ ഇപ്പൊ അഭിനയിക്കുകയാണെങ്കിലും എല്ലാത്തിനും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ആള് ഭയങ്കര എന്താ പറയാ, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തോ. പുള്ളി ഭയങ്കര പോസിറ്റീവാ. ഞാനാ ഇങ്ങനെ ഡാർക്ക് അടിച്ചിരിക്കണത്. ശരിക്കും അങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഉള്ളത് നല്ലതല്ലേ? പല ആൾക്കാർക്കും ഇപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് ഫാമിലി വൈസ് ഒക്കെ. ഇവിടെ എല്ലാം ഉണ്ട്. എന്നോട് ഇങ്ങനെ പറയും, നീ പണിക്ക് പോയിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. സ്വയം ഒരു മടിയാണല്ലേ? മടിയുടെ അല്ല, മെയിൻ തിങ് കോൺഫിഡൻസ് ഇല്ല, അതാണ് എവിടെയോ പോയത്. എന്റെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഭയങ്കരമായിട്ട് എനിക്കുണ്ട്. അതെന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ ഒരു പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അവരുടെ റെസ്പോൺസ് എങ്ങനെയാന്നുള്ളത്. കാരണം ഭയങ്കരമായിട്ട് മാറി ക്രൗഡൊക്കെ. ഇപ്പൊ ഒരു ധൈര്യം ഇല്ലായ്മ. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന അവിടെ അല്ലേ, അപ്പൊ ഭയങ്കര സേഫ് അല്ലേ. ആ ഒരു ഇതിലെങ്ങനെ നിന്ന് പുറത്തേക്ക് കിടക്കുന്നില്ല ഇപ്പൊ. അതായിരിക്കാം മേ ബി. ഇപ്പൊ പണ്ട് അഭിനയിച്ചിരുന്ന സമയത്തും ഇപ്പോഴും, അതായത് ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, അതായത് ആ സമയത്തൊക്കെ എങ്ങനെയാ നമ്മൾ ഫിലിം ഫീൽഡിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നവർക്കാണ് കൂടുതൽ അവസരങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ഈ പല എന്താ പറയാ, ആരെയും വെറുപ്പിക്കാതെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നവർക്ക് തന്നെയാണ് എപ്പോഴും കൂടുതൽ അവസരങ്ങളുള്ളൂ. പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊരു 20s 23 ആ ഒരു ഏജിലുള്ള കുട്ടികൾ ഭയങ്കര ബോൾഡാണ്. അവരൊന്നിനെ കുറിച്ചും ബോധഡല്ല. അവരവരുടെ കഴിവിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അവർക്ക് കിട്ടാനുള്ളത് കിട്ടും എന്ന് പറയണവരില്ല. അവരുടെ അഭിപ്രായങ്ങൾ കൂടുതൽ പറയുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഇത് ചെയ്യുമെങ്കിലും അവരതിനെ കെയർ ചെയ്യണമൊന്നുമില്ല. എന്ത് വന്നാലും നെവർ മൈൻഡ് ആണ്. പിന്നെ അത് 2 ദിവസമേ ഉള്ളൂ. അടുത്തതിൽ വരുമ്പോൾ അടുത്തതിൽ വരുന്നു. അങ്ങനെ ഒരു മാറ്റം ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഞാനും ഭയങ്കര അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ പോസ്റ്റുകൾ ഇടലും ഫേസ്ബുക്കിലിടലും പ്രതികരിക്കലും പലതായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് സിനിമയിൽ അത് ഒരുപാട് നാൾ വീട്ടിലിരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മള് സിനിമയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫേഴ്സ് കിട്ടില്ല. അത് പൊതുവെ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫേഴ്സ് കിട്ടില്ല. ഇപ്പൊ ഞാനൊരു ഓഫീസ് ഒരു കമ്പനി നടത്താൻ വിചാരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞ ഒരാളിനെ ഞാൻ എന്റെ സ്റ്റാഫായിട്ട് എടുക്കും. ഞാൻ എടുക്കില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായമല്ലേ പറഞ്ഞത്, അത് വേണ്ട, അവള് വേണ്ട, വേറെ ആരെങ്കിലും എടുത്താൽ മതി. എന്നെ സുഖിപ്പിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു സാധനമാണത്. അത് ഈ സിനിമയിൽ നിന്ന് മാത്രമല്ല, എവിടെയാണെങ്കിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുറെ പ്രായം ഇങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് നമ്മൾ ഓരോന്നിനും മനസ്സിലാക്കുക. തിളച്ചു നിൽക്കുന്ന പ്രായമാണ് ഈ 18 വയസ്സ് തുടങ്ങിയിട്ട് ഒരു 20-25 എല്ലാം ചെയ്യുന്നത്. നമുക്ക് ഒന്നിനെ കുറിച്ച് നമ്മൾ ബോധമില്ല. അത് നമ്മുടെ അറിവില്ലായ്മയാണ് കുറച്ചുകൂടെ ഇത് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും എന്ത് കാര്യം ഉണ്ടായിരുന്നു അന്നത്തെ കിടന്ന് പറഞ്ഞ് കിട്ടാനുള്ള നല്ല അവസരങ്ങളും കൂടെ കളഞ്ഞ്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വല്ല റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പലർക്കും വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ഞാൻ പല കാര്യങ്ങളില്. ഓക്കെ, ലാസ്റ്റ് ആ വ്യക്തികളിൽ നിന്ന് തന്നെ എനിക്കിട്ട് നല്ല പണി തന്നു. അപ്പൊ ഞാൻ ആരായി എന്നുള്ളതാണ്. അതായത് അവിടെയും ശത്രുത, ഇവിടെയും ശത്രുത, കിട്ടാനുണ്ടായിരുന്ന കുറെ കാര്യങ്ങളിട്ട് പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സിനിമയിൽ ഒന്നും അല്ലാതെ മാറേണ്ടി വന്നത്. അഭിപ്രായം പറഞ്ഞിട്ട് നല്ല സിനിമകൾ വരേണ്ടതായിരുന്നു. പലർക്കും ഇഷ്ടമില്ലാത്തവർക്ക് സപ്പോർട്ട് വന്നിട്ട് ഞാൻ നിന്ന് സംസാരിച്ചിട്ട് ലാസ്റ്റ് എനിക്കും ഇതില്ലാതായി. പക്ഷെ ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ അടുത്തൊന്നും നല്ല രീതിയിലുള്ള
പണി കിട്ടി. ആണല്ലേ? ഇപ്പോഴാണെങ്കിൽ അങ്ങനെ പറയൂ? ഇപ്പൊ ചത്താലും ഞാൻ പറയില്ല. പറയില്ല. ഇപ്പൊ ഞാൻ അഭിപ്രായമേ പറയില്ല. ഞാൻ എന്തിനാ അഭിപ്രായം പറയുന്നത്? എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ? അതുകൊണ്ട് നമ്മൾ ആർക്ക് വേണ്ടി സംസാരിച്ചിട്ടും ആരുടെ അടുത്തൊന്നും നന്ദി പ്രതീക്ഷിക്കരുത്. നമ്മൾ ആർക്ക് വേണ്ടി അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് സംസാരിക്കാം. ഈ പറയുന്ന പലരിൽ നിന്നുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ കാര്യമാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ എൻ്റെ ഫാമിലി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. തിരിച്ചറിവുകളല്ലേ? അതെ. ദൈവമേ, ഇതൊക്കെ വന്നു ലാസ്റ്റ് ഞാൻ ഇനി ഒന്നുകൂടെ എയറിൽ കയറണം. പിന്നെ അതുപോലെ ഇപ്പൊ എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞോണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ജ്യോതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ സൈബർ അറ്റാക്കും റൂമേഴ്സും ഒക്കെ വരുന്നതാണ്. ഈവൻ ഹസ്ബൻഡിനെ പോലും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊക്കെ ഭയങ്കര റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ വീഡിയോസ് കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഒരിക്കൽ ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്തത് ഒരു സ്വർണ്ണക്കടത്ത് കേസ് എന്നൊക്കെ പറഞ്ഞു. അതെ, ഹസ്ബൻഡിന്റെ. എൻ്റെ ദൈവമേ, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതിനും പൊട്ടയ്ക്കാണ്. പക്ഷെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യണതിന് മുമ്പ് ഒന്ന് റീചെക്ക് ചെയ്യാം, അത് സത്യമാണോ അല്ലയോ എന്നുള്ളൊരു സാധനം. ഞങ്ങൾക്ക് അന്നൊരു വീക്കെൻഡ് ആയിരുന്നു. അന്നൊക്കെ ഫ്രൈഡേ ആണ് അവിടെ അവധി ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് സാറ്റർഡേ സൺഡേ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രൈഡേ മോർണിംഗ് ഞാൻ രാവിലെ, നമ്മളെപ്പോഴും വീക്കെൻഡ് ആകുമ്പോൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുള്ളൂ. അപ്പം അന്ന് സ്വാഭാവികം ഞാൻ 10 മണിയായപ്പോഴാണ് എഴുന്നേക്കുന്നത്. ആദ്യം ഹസ്ബൻഡ് എഴുന്നേറ്റ് പോയി. അപ്പം ഞാനിങ്ങനെ ഫോൺ തപ്പി എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നിരിക്കുവാണ്. എന്താ സീൻ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ജ്യോതി കൃഷ്ണയുടെ ഹസ്ബൻഡ്. അപ്പം ഞാനടുത്ത് ദൈവമേ, ഇങ്ങനെ ഇപ്പം തന്നെ പോയതാണല്ലോ, ഇനി ഇതിൻ്റെ ഇടയിൽ അറസ്റ്റ് ചെയ്തോന്നൊക്കെ ഞാൻ ചാടി എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പില്ല, ബാത്റൂമിലുണ്ട്. ആദ്യം ഫണ്ണായിരുന്നു, ഞങ്ങൾ ചിരി എന്തുവാടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വിളിക്കുമ്പോൾ ഞങ്ങൾ കോമഡി ആയിട്ട് പറയണു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സീൻ മാറാൻ തുടങ്ങി. ഷെയർ ചെയ്യലും മറ്റേതും മറിച്ചതും ചീത്തവിളി തെറി. ലാസ്റ്റ് ആയപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് മാറി എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇനി എന്ത് ചെയ്യും? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം, അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് അറിയില്ലേ. ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. നേരെ ചെന്നു, ദുബായ് പോലീസിൽ ചെന്നു, അവിടെ കംപ്ലൈന്റ് ചെയ്തു, ഇത് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ലൈവ് ഇട്ടുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞു ഇങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്രയും ഗ്യാപ്പ് വന്നില്ലേ സമയം. രാവിലെ ഇത് നടന്നു, വൈകുന്നേരം ഞാൻ ലൈവ് ഇടുമ്പോൾ പറഞ്ഞു അവനെ പോലീസിൽ നിന്ന് ഇറക്കിയിട്ടാണ് ലൈവ് ഇട്ടത്. ഞാനായിട്ട് ഒരു ബന്ധമില്ല. അത് വേറെ ഏതോ ഒരു അരുൺ ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ആളിനെ ആയിരുന്നു. അപ്പൊ അരുണിന്റെ പേര് അരുൺ ആനന്ദ് രാജ എന്നാണ്. അവരുടെ ഫാമിലി ഫുള്ള് ഗോൾഡാണ് അവിടെ ആലപ്പുഴയില്. അരുണിന്റെ അമ്മയുടെ ബ്രദേഴ്സിന് ജ്വല്ലറിയാണ്. ഓട്ടനെ കണക്ട് ചെയ്തു. അവർക്ക് അവിടെ ഫോൺ, മാമന്മാർക്ക് എന്താ ഇത് നിങ്ങളുടെ ഇവിടെ ഇങ്ങനത്തെ സ്വർണ്ണോടെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പ്രതികരിച്ചു. പിന്നെ നിർത്തി. ഒരു കാര്യമില്ല, നമ്മുടെ സത്യസന്ധതയാണെങ്കിലും പുറത്ത് പറഞ്ഞിട്ടൊന്നും ആളുകൾക്ക് അത് വിശ്വസിക്കാൻ താല്പര്യമില്ല. അവർക്ക് നമ്മുടെ നെഗറ്റിവിറ്റി അത് കാണാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും. ഇപ്പോഴും എൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമന്റ്സുകൾ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ഉറങ്ങാൻ പറ്റാത്തൊരു ഫീല് വരും. പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ലല്ലോ. ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ ചെന്ന് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിനെ ചീത്ത വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചേട്ടാ നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുറച്ച് ഫ്രസ്ട്രേഷൻ അതുകൊണ്ട് തീരുന്നുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയില്ല, നിങ്ങൾ ഹാപ്പി ആയില്ലേ എന്ന് പറയില്ല. പക്ഷെ ഫാമിലിയിൽ വന്ന് പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഹസ്ബൻഡിന് അല്ലെങ്കിൽ മോനിപ്പം ഇംഗ്ലീഷ് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു റീസെൻ്റ്ലി കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ കുറേ ഇത് വന്നു. അത് ഞാനിങ്ങനെ ആലോചിച്ചു, സംസാരിക്കണോ വേണ്ടയോ എന്നും പറഞ്ഞിട്ട്. കാരണം അവനതൊരു ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പം ഞങ്ങൾ തലകുത്തി എന്നും പറഞ്ഞ് മലയാളം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിക്ക് ചെയ്യും, അവൻ ഉറപ്പായിട്ടും മലയാളം പഠിക്കും. പക്ഷെ അതിന് വന്നിട്ട് എന്തൊക്കെ കമൻസ് ആയിരുന്നു എന്നറിയോ. ഞാൻ കൺട്രോൾ ചെയ്ത് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയ ഒന്ന് കൺട്രോൾ ചെയ്യണം? ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്ര പേരുടെ ലൈഫിലാണ് ആവശ്യമില്ലാതെ കയറിയിട്ട് ഈ പറയുന്ന എത്ര പേർക്ക് മെന്റലി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒന്നും നമുക്ക് അറിയാത്ത ഒരാളിനെ, ഒരു ഭംഗിയില്ലാത്ത ഒരു സ്ത്രീ ഒരു അറിയാത്ത രീതിയിൽ ഒരു പാട്ടുപാടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ തന്നെ ഒരു പുരുഷൻസ് ചെയ്തു, എന്തൊക്കെ കമന്റ്സ് അതിൻ്റെ താഴെ വന്നു. നമുക്ക് അവരെ അറിയോ? ചിലപ്പോൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കും, അത് പാവമായിരിക്കും. അവരൊക്കെ നമുക്കറിയാതെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. ഇതൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാടാവുന്ന ഫീലാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൂടെ? നമ്മളിടുന്ന കമന്റ് അനുസരിച്ച് ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ഇപ്പോ ഈ പോസ്റ്റ് ഇട്ടിട്ട് കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കും.
നല്ല കാര്യമാണ്. പേടിച്ചിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്ക്. എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടൻ ജയിച്ച സമയത്ത് ഒരു ഫോട്ടോയുടെ ഇത് ഓഫാക്കി. അതെന്താ എന്തോ ഓഫാക്കി വെച്ച്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഏട്ടനോടല്ല ആളുകൾക്ക് ദേഷ്യം, സുരേഷ് ഏട്ടൻ നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയോടാണ് ദേഷ്യം. ആ പാർട്ടിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള വർത്താനങ്ങളായിരിക്കും അതിന്റെ താഴെ ഉണ്ടാവുക. ഞാൻ എന്തിനാ എന്റെ പേജിൽ അത് അലൗ ചെയ്യുന്നത്? ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ആക്ടേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവ്യ ചേച്ചി അതുപോലെ അങ്ങനെ. അപ്പോൾ എല്ലാരും ഫോട്ടോ എടുത്തിട്ട് ഇവരൊക്കെ സംഘികളാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട്. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ശരിക്കും ഇതുവരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. ഞാൻ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് പാർട്ടി ഇല്ല ആക്ച്വലി. ഞാൻ വ്യക്തികളെ നോക്കിയിട്ട് ഇത് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇത്തവണ വോട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. തൃശ്ശൂരായിരുന്നു. ഞാൻ വന്ന് സുരേഷ് ചേട്ടന് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പായിട്ട് വിചാരിച്ചു. പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. ഒരു പേഴ്സണൽ കാര്യം വന്നിട്ട് ഞാൻ അവിടെ ബ്ലോക്ക് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വന്ന് ഫസ്റ്റ് വോട്ട് സുരേഷ് ചേട്ടന് ചെയ്യുവാന്ന് വിചാരിച്ചാണ്. അപ്പം എന്റെ സംഖ്യയാണെന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ, എന്താ ഇപ്പൊ കുഴപ്പം? പാർട്ടി ബേസിലാണ് ആളെ ഭയങ്കര ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആസ് എ ഒരു ആക്ടർ ആരും ഒന്നും പറയുന്നില്ല. അതിലെന്താ പറയാനുള്ളത്? കൃഷ്ണേന്ദു പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. പറയുന്ന വ്യക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഗ്രാഫിൽ എന്തെങ്കിലും ഉയർച്ചയോ താഴ്ചയോ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയട്ടെ. പിന്നെ സുരേഷ് ഏട്ടൻ തന്നെ പറഞ്ഞതുണ്ടല്ലേ, പുള്ളി 5 പൈസ കൊടുക്കണ്ട ഈ പറയുന്ന ഓൺലൈൻ പ്രൊമോഷന് വേണ്ടിയിട്ട്. പുള്ളി ഫുൾ ടൈം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സി അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളിലേക്ക് ഒരു സിനിമ ചെയ്യുന്നേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പം ആളുകൾക്ക് ജോലിയോ ഒന്നുമില്ല, ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്ത വേറെ പല ഫ്രസ്ട്രേഷൻസ് ആണ് ഇവർ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ മതത്തിന്റെ പേരിൽ ഒരു മതം വന്നു കഴിഞ്ഞാൽ ആ മതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഇന്ന മതം, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഫാമിലി ഫ്രണ്ട് ആണല്ലേ സുരേഷ് ഏട്ടൻ. ഇപ്പൊ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഏട്ടൻ. എത്ര തിരക്കാണെങ്കിലും ചിലപ്പോൾ രാത്രിയായിരിക്കും റിപ്ലൈ വന്ന് കിടപ്പുണ്ടാവുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുക. ആ ഒരു ഇത് അതൊരു എന്താ പറയാ, ഒരു ഏട്ടനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയാ, ഒരു വലിയച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. തൃശ്ശൂർ അപ്പൊ ശരിക്കും സേഫ് ആണല്ലേ? ഞാൻ തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ സേഫ് ആണ്. തൃശ്ശൂർ ഒരു ജയിച്ച 1 മാസത്തിനുള്ളിൽ എവിടെ എന്ന് ചോദിക്കരുത്. ടേക്ക് ടൈം. അതൊരു കുറച്ചായിട്ട് പുള്ളി അത് ചെയ്യേണ്ട ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും തൃശ്ശൂർ. അതെ. ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റ് അല്ല, ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. അപ്പോൾ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ അവർ അഭിനയിച്ച ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവരായിട്ടുള്ള ഒരു എന്തെങ്കിലും മെമ്മറീസോ അങ്ങനെ എന്തും പറയാം. അവരുമായി റിലേറ്റ് ചെയ്ത എന്ത് വേണമെങ്കിലും പറയാം. DQ. ഞാൻ കണ്ടിട്ടുള്ള ആക്ടേഴ്സിൽ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എൻ്റെ ലൈഫിൽ ഈ കോൺഫിഡൻസ് കുറവ് എന്നും ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് റിലീസായിട്ട് സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം. അപ്പം ഞാൻ ആദ്യമായിട്ട് ദുൽഖറിനെ കാണുന്നു. കണ്ട വഴിക്ക് എന്നോട് ചോദിച്ചു, ബാംഗ്ലൂർ ഡേയ്സ് കണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇല്ല എന്ന് പറഞ്ഞു. കണ്ടിട്ട് സംസാരിച്ചാൽ മതി എന്നോട് പറഞ്ഞു. അങ്ങനെ പുള്ളി ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ ഇത്രയും ഇതാണ്. വെരി സിമ്പിൾ. ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. താഴെ ഇരിക്കേണ്ടി വന്നാൽ താഴെ ഇരിക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കാൻ തയ്യാറാണ്. എല്ലാത്തിനും വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വളരെ നല്ലൊരു മനുഷ്യൻ. അതാണ് എനിക്ക് DQ. ഞാനിൽ അഭിനയിച്ചപ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടായിരുന്നു. ഒരു പെർസെൻറ്റേജ് പോലും നമുക്ക് എന്ന് പറയുന്ന ഒരു ഫീലില്ല. അയ്യോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തോന്നിയിട്ടില്ല. പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻറ്റിമസി സീൻസ് വരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക്. അതിനകത്ത് ഒരു സീനിൽ പോലും നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും നമ്മളെ കംഫേർട്ട് ആക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പെർസെൻറ്റേജ് പോലും വേറൊരു രീതിയിൽ നമ്മളുടെ അടുത്ത് ഈവൻ ഒരു കൈ പിടിക്കുവാണെങ്കിൽ പോലും ആ പിടിക്കേണ്ട അളവ് എത്രയാണെന്ന് പുള്ളിക്ക് അറിയാമെന്ന് അറിയില്ല. അവിടെ നിൽക്കുന്ന ഒരാളാണ്. ചില ആൾക്കാർ നമ്മളിങ്ങനെ ചൊറിയാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഞെക്കുക വെച്ച് കഴിഞ്ഞാൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അറിയില്ലേ, അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. വളരെ കംഫർട്ടായിരുന്നു ദുൽഖർ. അതെ. ഇനി നെക്സ്റ്റ് ദിലീപേട്ടൻ്റെ സെറ്റില് നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്.
ചിരിച്ചൊരു വഴിയാവും. നമ്മൾ ആ സെറ്റിലൊരു നമ്മളൊരു സിനിമ ലൊക്കേഷനിലാണെന്നൊരു ഫീലില്ല. കാര്യം കോമഡിയും നമുക്ക് ഒരുപാട് വർഷമായിട്ട് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ ആദ്യം തുടങ്ങി കാണുമ്പോൾ തന്നെ. നാട്ടിൽ ഷൂട്ട് ഉണ്ടാകുമ്പം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കാരണം നാട്ടിൽ ഭയങ്കര ആളുകൾ വരുമായിരുന്നു കാണാനും പിടിക്കാനും. അപ്പം പുള്ളി ഒരു ഷോട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യാരവനിൽ കയറേണ്ട അവസ്ഥയായിരുന്നു. അപ്പം നാട്ടിൽ വെച്ച് നമുക്കൊരു ഇതുണ്ടായിരുന്നില്ല. 5 ദിവസം ഷൂട്ട് ചെയ്തു കാണുമ്പോഴും എന്താ. പക്ഷേ ന്യൂസിലാൻഡ് ചെന്ന് കഴിയുമ്പം കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയി. സ്വാതന്ത്ര്യമല്ലേ, ആരും ഇല്ലല്ലോ. മലയാളികൾ വളരെ കുറവായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ഫ്രീഡം വെച്ച് നമ്മൾ ഭയങ്കര ഫണ്ണായിരുന്നു. ദിലീപേട്ടൻ ഭയങ്കര ഫണ്ണായിരുന്നു. ഇപ്പൊ ഈ ദിലീപേട്ടനെയായിട്ടും ഒരുപാട് റൂമേഴ്സ് അന്ന് ഉണ്ടായിരുന്നല്ലേ സോഷ്യൽ മീഡിയ വഴിയൊക്കെ? എനിക്കോ? അല്ല, ദിലീപേട്ടന്റെ കേസിലൊക്കെ സംബന്ധിച്ച് അന്നും ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നല്ലേ? അതെ. പുള്ളി എനിക്കറിയില്ല ഇതിനകത്ത് എന്താ പറയണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം മുതൽ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ ദിലീപേട്ടനെ തള്ളി പറഞ്ഞിട്ടില്ല ഇവിടെ. ഞാൻ പറഞ്ഞിട്ടുള്ളത് സത്യം തെളിയണം എന്നുള്ളത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. അത് പുള്ളി ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. അറിയാത്ത കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ മാനസികമായിട്ട് വിശ്വസിക്കുന്നത്, നമ്മുടെ മനസ്സ് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇല്ല പുള്ളി അത് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഉള്ളിലുണ്ട്. ഇല്ല ചെയ്യോ, അങ്ങനെയൊക്കെ ചെയ്യോ എന്ന് പറയില്ലേ, ആ ഒരു എൻ്റെ പേഴ്സണൽ തിങ്ങാണ് ഞാൻ പറയണത്. ഇപ്പോഴും വിശ്വസിക്കുന്നത് പുള്ളി അത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അത് തെളിയേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ദിലീപേട്ടനായിട്ടുള്ള അടിപൊളിയായിരുന്നു. പൊളിയായിരുന്നു. അതെ. നെക്സ്റ്റ് മഞ്ജു ചേച്ചിയായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതൊരു ഡ്രീമായിരുന്നു എൻ്റെ. ആമിയില് അത് ചെയ്യണം, ഒരു തവണയെങ്കിലും മഞ്ജു ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ഇത്ര ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. മഞ്ജു ചേച്ചി നേരെ വന്നു കഴിഞ്ഞപ്പോ ഐ ഡോണ്ട് നോ, എൻ്റെ ഹാർട്ട് ഉണ്ടല്ലോ ടുട്ടുണ്ടുണ്ടുണ്ടുണ്ട്. ഞാനിങ്ങനെ ഡയലോഗ് മറന്നു പോണു, കണ്ണിലൊരു ഇരുട്ടൊക്കെ കയറുന്നു, ദൈവമേ എന്ന് പറയില്ലേ. ചേച്ചി ഭയങ്കര കൂളാണല്ലോ ആണ്. പക്ഷെ ഒരു വലിയൊരു ലെജൻഡിന്റെ ഒരു ഫീൽ എനിക്ക്, കാരണം അവര് അഭിനയത്തിന്റെ കാര്യത്തിൽ അത്രയും ഇതിൽ നിൽക്കുന്ന ഒരാളല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. എനിക്ക് അങ്ങനെ അഭിനയിക്കണമെന്നൊക്കെ മറന്നുപോയെന്നൊക്കെ പറയില്ലേ. അവർ ഭയങ്കര ഇതിൽ എങ്ങനെയൊക്കെ അഭിനയിച്ചു, അതൊരു ടെൻഷനായിരുന്നു. പക്ഷെ ചേച്ചി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 1, 2, 3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ഭയങ്കര ഇതാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന മാതിരി മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, ഹായ് ഹലോ അതൊക്കെ തന്നെ, ബർത്ത്ഡേക്കൊക്കെ വിഷ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി അതെന്തോ ഒരു സ്പെഷ്യൽ ചിരി. ഇന്നലെ രാത്രിയും കൂടെ ഞാൻ ഉണ്ണിയുടെ കാര്യം എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. ആണോ? അപ്പൊ ഞാൻ ചോദിച്ചത് നന്നായല്ലേ? അതെ, അതായത് മസിലൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ ഭയങ്കര സംഭവമാണെന്ന്. ഉണ്ണിയും ജ്യോതിയും കൂടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുമിച്ചിട്ടുണ്ട്. അതെ അതെ, ബോംബെ മാച്ച് 12. അന്ന് കാണുന്ന ഉണ്ണി എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും. ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പറയും, ഇതൊന്നും ടാഗ് ലൈൻ ചെയ്യരുത്, ഒരു മണ്ടനാണെന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ കേക്കണ്ടെന്നൊക്കെ. അതാണ് ഫ്രീക്വന്റ് കോണ്ടാക്റ്റിലുള്ള ഒരാള്. എന്ത് മെസ്സേജ് ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ചെന്ന് ചൊറിയും. അങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ണി എന്താ പറയാ, ഒരു നാടൻ പയ്യനാണ് ഇപ്പോഴും, മനസ്സുകൊണ്ടാണെങ്കിലും ഒരു അവിടെ നിന്ന് മാറിയിട്ടില്ല പുള്ളി. എന്ത് തരത്തിലുള്ള വസ്ത്രധാരണം വന്നു കഴിഞ്ഞാൽ, എന്ത് തരത്തിലുള്ള സിനിമ ചെയ്ത് കഴിഞ്ഞാലും ഉണ്ണി ഒരു നാട്ടും പുറത്തുള്ള പയ്യൻ തന്നെയാണ് ഇപ്പോഴും, അപ്പോഴും എന്നും. ഇപ്പൊ അമ്മയുടെ മീറ്റിങ്ങിന് ചെന്നിട്ടാണെങ്കിലും ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ, പക്ഷേ ഇതിന് മാത്രം ഒരു മാറ്റം വന്നില്ലല്ലോ. വേറെ ആക്ടേഴ്സൊക്കെ വളർച്ച, ഗ്രാഫ് ഇങ്ങനെ വളർന്നതനുസരിച്ച് പേഴ്സണാലിറ്റിയും അതും ഇതൊക്കെ മാറുന്നുണ്ട്. ഇന്നും ഒരേപോലെ ഇരിക്കുന്ന ഒരാള് നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും, സീനിന്റെ ഇതൊക്കെ പറയില്ല, ഇത് എങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയണ്ട, അങ്ങനെയുള്ളൊരു ആളാണ്. നെക്സ്റ്റ് നവ്യ ചേച്ചി ഇപ്പം ഫാമിലി ഫ്രണ്ടും കൂടെ ആണ്. നവ്യ ചേച്ചിയേക്കാൾ കൂടുതൽ നവ്യ ചേച്ചിയുടെ അനിയനുണ്ട്, കണ്ണൻ എന്നാണ്, രാഹുൽ എന്നാണ് പേര്, പക്ഷെ കണ്ണൻ. അവൻ ദുബായിലാണ്. ഞങ്ങള് ആണ് ഒരു ഗ്യാങ് ആണ്. അപ്പം നവ്യ ചേച്ചിയേക്കാൾ കൂടുതൽ കണ്ണനുമായിട്ടാണ് കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നവ്യ ചേച്ചിയായിട്ട് ഇപ്പൊ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ വിശേഷം നവ്യ ചേച്ചി പറയും, നവ്യ ചേച്ചിയുടെ വിശേഷം ഞങ്ങൾ പറയും. അങ്ങനെയാണ്. ചേച്ചി കണ്ടു പഠിക്കേണ്ട, നമ്മൾ എന്താ പറയാ, ഒരുപാട് നല്ല ക്വാളിറ്റീസ് പുള്ളിക്കാരത്തിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാള്, അത് അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും. ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും എങ്ങനെ അവിടെ നിൽക്കണം, എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഇതാവേണ്ടതെന്ന് ഞാൻ കുറെ കാര്യങ്ങളന്ന് ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നല്ലൊരു
വൈബ്രന്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ്. ശരിക്കും ഇൻസ്പിറേഷൻ ആണ്. അതെ, എടുക്കാം. എന്നെ ഞാനിങ്ങനെ രണ്ടുപേരും ഞങ്ങളിങ്ങനെ മിററിൽ നോക്കി കഴിഞ്ഞപ്പോ ചേച്ചിയുടെ ചേച്ചിയായിട്ട് എന്നെ തോന്നുന്നു. കാരണം നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് പുള്ളിക്കാർക്ക് നല്ല മേലിഞ്ഞ് എപ്പോഴും എനർജറ്റിക് ആണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര ഇൻവോൾവ് ആണ്. നല്ല ഒതുങ്ങി എങ്ങനെ ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവരൊക്കെ അത്രയും ആ ഒരു പാഷനും ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. ലാസ്റ്റ് ലാലേട്ടൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ലാലേട്ടൻ എനിക്ക് ഇതുവരെ പേഴ്സണലി പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. ഇതുവരെ അതെന്താ ആരും വിശ്വസിക്കില്ല കേട്ടോ. എല്ലാ വർഷവും അമ്മയുടെ മീറ്റിങ്ങിന് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. അവിടെ വെച്ചിങ്ങനെ കാണും, എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ ഞാനും ചെല്ലും, ഫോട്ടോ എടുക്കും. ലാലേട്ടൻ അവർ ഫോട്ടോ എടുത്തോട്ടെ. ഇതാണ് ഞാൻ ഇന്ന് വരെ പുള്ളിയോട് ചോദിച്ചിട്ടുള്ള കാര്യം. ആ മോളെ എന്നുള്ള മറുപടിയാണ് പുള്ളി തിരിച്ചു പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ഒരു പേഴ്സണലി പരിചയമില്ല. കാണുമ്പോ ഇങ്ങനെ ആരും വിശ്വസിക്കാൻ വഴിയില്ല കേട്ടോ. ആണോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടനായിട്ട് അതൊരു ആക്ട്രസ് ആയി അഭിനയിച്ചിരുന്ന ആള് ലാലേട്ടനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ കൂടെ ഒരു മൂവിയെങ്കിലും ഒരു സീനിലെങ്കിലും ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയണം. പക്ഷെ ഇതുവരെ നടക്കാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നിട്ട് നമ്മൾ ചില സാധനങ്ങൾ മറന്നു പോകുന്നു അറിയില്ലേ. നമ്മള് ആദ്യം അവിടെയൊക്കെ ഞാൻ ഇപ്പൊ ദുബായ് എന്ന് പറയുന്ന വലിയ സംഭവം ഒന്നും കേട്ടോ, അതാദ്യം പറയട്ടെ. എങ്കിലും നമ്മൾ അവിടെ എല്ലാവരും ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് ചെയ്ത് സംസാരിക്കുമല്ലോ. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹലോ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതാണ് അത് ആക്ച്വലി. ഹലോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഹലോ എന്നിട്ട് ഞാനിങ്ങനെ കൈയോടെ ചമ്മിപ്പോയി. പിന്നെ ഞാൻ ഓർത്ത അശ്ശേട്ട് ഞാൻ ആരോടാ അതൊക്കെ ചെയ്യുന്നത്, എല്ലാവരും ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ചമ്മിയിട്ട് ഞാനിങ്ങനെ അറിയാത്ത മാതിരിയൊക്കെ നിന്ന്. ലാലേട്ടൻ പക്ഷെ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഞാൻ അന്ന് കണ്ടു. പക്ഷെ ഞാനും മനസ്സിലായി ലാലേട്ടൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുത്തു പോത്തു. അതന്നെ. അപ്പൊ ഇത് പറഞ്ഞോട് ചോദിക്കാം, മമ്മൂക്കയുടെ ഒപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് തന്നെ, ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സീൻ പോലും ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ പേഴ്സണലി പരിചയം ഉണ്ടായിരുന്നു. ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം മമ്മൂക്കയായിട്ട് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് മെസ്സേജ് അയക്കുന്ന ഒരാളാണ് മമ്മൂക്ക. ഇങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. ഇപ്പം പൃഥ്വിരാജ് ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും ഉണ്ണി, കുറെ പേരുണ്ട്. ഒരു മെസ്സേജ് ഞാനിപ്പോ ചോദിച്ചതിൽ ഏകദേശം ഒരു കണക്ഷൻ വരുന്ന ആൾക്കാരെ അടുത്ത് ചോദിച്ചതാ, കാരണം അഭിനയിച്ച ആൾക്കാര്. അപ്പൊ അങ്ങനെയാകുമ്പോ പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. നമ്മളിപ്പോ അവിടുന്ന് ഇവിടുന്ന് റാൻഡം ആയിട്ട് എടുത്തു കഴിഞ്ഞാല് അങ്ങനെ. ഇനിയിപ്പോ തിരിച്ച് കംബാക്ക് വരുമ്പോ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹം? കുറച്ചുകൂടെ നല്ല ബോൾഡ് ആയിട്ട് നല്ല പെർഫോം ചെയ്യാനായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഓൾറെഡി പറഞ്ഞു നായികയാവണ്ട. നായികയാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും മാത്രമുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എനിക്കറിയില്ല നായികയായിട്ടൊക്കെ ചെയ്യാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സത്യം പറഞ്ഞാല് നായിക എന്നൊന്നുമില്ല. എനിക്ക് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടി നല്ല ഇമ്പോർട്ടന്റ്, നല്ല ഇത് ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ആ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ ഞാൻ വിചാരിക്കാം. പിന്നെ ഇനി അന്ന് രാത്രിയൊക്കെ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവും. പക്ഷേ എനിക്ക് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നല്ല നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത്, സപ്പോർട്ടീവ് ക്യാരക്ടേഴ്സിന് എന്നും സ്ഥാനമുണ്ട് സിനിമയിൽ. ഈ നായികയ്ക്കാണ് എപ്പോഴും ടൈം ലിമിറ്റ് ഉള്ളത്. പുതിയ ആൾ വരുമ്പോൾ പഴയ ആൾ മാറുക തന്നെ ചെയ്യും. പിന്നെ ഈ പറയുന്ന ആൾക്ക് വേറെ റൂട്ടുകൾ അത് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മെയിൻ സ്ട്രീമിൽ നിന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ സപ്പോർട്ടീവ് ആക്ട്രസ് ആയിട്ട് പോകും, അല്ലെങ്കിൽ സീരിയലിലേക്ക് പോകും. ഇതിങ്ങനെ ഒരു റൂട്ടായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയാൽ നന്നായിരുന്നു. അല്ല, ഇപ്പൊ നായികയായി അഭിനയിച്ച സമയത്ത് അതുകൊണ്ട് ഞാൻ ചോദിക്കുക, അതായത് അയ്യോ ഞാൻ നായികയായിട്ടല്ല അഭിനയിച്ചത്, ഇനിയിപ്പോ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പണ്ട് എപ്പോഴെങ്കിലും? സിനിമയായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മള് അന്ന് ഞാൻ സിനിമയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഇതിൽ നായികയായിട്ട് തന്നെ അഭിനയിക്കണം, നായികയായിട്ട് അഭിനയിക്കണം, എല്ലാത്തിനും നായിക. അന്ന് ആ ഒരു പ്രായത്തിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. പക്ഷെ സിനിമ എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആക്ച്വലി ആ ഒരു രീതിയിൽ കാണുമ്പോൾ സിനിമയുടെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നല്ല ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഏത് റോള് വന്നാലും ചെയ്യും, ഇഷ്ടമാണ് ഏത് റോളും. ഏത് റോളും മീൻസ് നല്ലൊരു സിനിമ, നല്ലൊരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ചെയ്യും.
അതെ. ഇനിയിപ്പോ ഞാൻ ചോദിക്കാൻ വരുന്നത്, ഇപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈശ്വര, പറഞ്ഞോളൂ. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ജ്യോതി അഭിനയിച്ച സമയത്തൊക്കെ ഇങ്ങനെ ഈ ഫീൽഡിൽ ഇങ്ങനത്തെ പ്രശ്നം ഓൾറെഡി ഈ കമ്മീഷൻ പറയുന്നത് ഫിലിം ഫീൽഡിലുള്ളവർ, അതായത് ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് എന്നല്ല ഏതൊരു ഫീൽഡിൽ വരുമ്പോഴും സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ. അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന വഴികളാണ് എപ്പോഴും. സിനിമ 3 ഘട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, 3 തരത്തിലായിട്ട്. നല്ല സിനിമകൾ, ഒരുവിധം മീഡിയം സിനിമകൾ, ലോക്കൽ സിനിമകൾ, ഇങ്ങനെ 3 തട്ട് തന്നെയുണ്ട്. ഇതിൽ വരുന്ന വഴി, നമ്മൾ ചൂസ് ചെയ്യുന്ന സിനിമകളുടെയും ആളുകളുടെയും ഇതനുസരിച്ചിരിക്കും. നല്ല സിനിമയിൽ പോയി അഭിനയിക്കുക, എനിക്കറിയില്ല കേട്ടോ. നല്ല സിനിമകളുടെ ആളുകൾ, സിനിമയായിട്ട് കാണുന്ന ആൾക്കാർക്ക് അതൊരു ജോലിയാണ്, അത് കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഉണ്ടാവില്ല. അവർ ആ സിനിമ കഴിയുന്നവരെ നന്നായിട്ട് തന്നെ ഇരിക്കും. അല്ലാതെ ഇതിനു വേണ്ടി മാത്രം സിനിമ എടുക്കുന്ന ആൾക്കാരാണെങ്കിലാണ് ഇമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയും സിനിമ കിട്ടിയാൽ മതി, എന്തും തയ്യാറായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ പേരെ വെച്ചുകൊണ്ട് മാത്രം സിനിമ മൊത്തത്തിൽ ഇതാണ് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ എല്ലാ ഇതിനെ പോലെ തന്നെ അതൊരു ജോലി തന്നെയാണ്. ആ ജോലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് വരെ അതിന് നല്ല റിസൾട്ട് വരില്ല. അപ്പം അത് അങ്ങനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ റിപ്പോർട്ടിലാണെങ്കിലും ചില പേരുകൾ, ചില പേജസ് ഒന്നും പുറത്തു വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതൊരു നല്ല കാര്യം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു റിപ്പോർട്ട് പഠിച്ച് അത് പുറത്ത് വിടുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തുണ്ട്. അത് ചെയ്തത് ആരാണെന്നോ എല്ലാം അറിയണമല്ലോ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പേര് മാത്രം പുറത്ത് വിടരുത് എന്ന് പറയുന്നത്, വിടണ്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയേണ്ട കാര്യം തന്നെയാണ്. അതിനകത്ത് ഹൈഡ് ചെയ്യേണ്ട ഇതൊന്നുമില്ല. ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും പുറത്ത് വരുന്നത് വരെയാണ്, എന്താ പറയാ, പുറത്ത് വന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും മാന്യന്മാരാണ്. പുറത്ത് വരുമ്പോഴാണല്ലോ ഇത്രയും നാളും ഉണ്ടാവുന്ന ഇമേജൊക്കെ പൊളിയുന്നത്. അപ്പം ചില ആൾക്കാരുണ്ട് എല്ലാം ഒപ്പിക്കാനുള്ളതൊക്കെ ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ആളാണെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്ത് വന്നിട്ട് എനിക്കറിയാവുന്ന കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പേഴ്സണലി ഇതായിട്ട് പറഞ്ഞല്ല, കുറേ കുരുത്തക്കേടുകൾ കാണിക്കുന്ന സ്ത്രീകളെയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരമൊക്കെ പറയും, എന്തൊരു നന്നായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, അതിനൊക്കെ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കോൺസിക്വൻസസ് നേരിടാൻ തയ്യാറായിട്ട് വേണം ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത്. പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ജ്യോതിക്കാണ് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കുക, അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയും. ഞാൻ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഈ പറയുന്ന പോലെ തന്നെ അമ്മ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട്, അത് പക്ഷെ മോശമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എൻ്റെ അടുത്ത് സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഉണ്ടായത്. ഒരു സിനിമയുടെ ഇത് കമ്മിറ്റ് ചെയ്യുകയും എൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂമർ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ കോസ്റ്റ്യൂമർ എൻ്റെ വീട്ടിലേക്ക് വരാൻ ആ പുള്ളിക്കാരൻ തയ്യാറാണ്. പക്ഷേ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പുള്ളി അതിൽ കയറി അങ്ങ് ഇടപെട്ടു. കാരണം ഹീറോ വർക്ക് ചെയ്യുന്ന സിനിമയുടെ, അതായത് ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമയുടെ ഹീറോ, ആ പുള്ളിക്കാരൻ ഒരു ലൊക്കേഷനിലുണ്ട്. അത് വേറെ ഏതൊരു സിനിമയാണ്. ആ സിനിമയുടെയും പ്രൊഡക്ഷൻ കൺട്രോളർ ഈ ചേട്ടനായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ആ ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞു മെഷർമെൻറ്റ് എടുക്കാനായിട്ട്, കാരണം ഹീറോ അവിടെ അല്ലേ. അപ്പം എന്നോട് വരാൻ പറഞ്ഞു. ഞാനന്ന് വലിയ സംഭവമൊന്നുമല്ല. അപ്പം ഞാൻ ചോദിച്ചു, അതെന്തിനാ ചേട്ടാ ഞാൻ ആ ലൊക്കേഷനിലേക്ക് വരണം, എനിക്ക് ഒരിക്കലും അറിയാത്തൊരു ടീമല്ലേ അത്. അപ്പം ഞാൻ പറഞ്ഞു, ആ ചേട്ടൻ കോസ്റ്റ്യൂമർ ചേട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഈഗോ അടിച്ച്, അങ്ങനെയോ ഞാനിവിടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടിരിക്കുമ്പോൾ ഞാൻ പറയണല്ലേ നടക്കേണ്ടതെന്ന് പറഞ്ഞൊരു സാധനം. അപ്പം ഞാൻ ഡയറക്ടറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അതെന്താ ഇങ്ങനെയൊക്കെ പറയണത്, ഞാൻ എന്തിനാ അവിടെ പോണതെന്ന് ചോദിച്ചു. അല്ല ജ്യോതി അവിടെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ലാഷ് വന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനത് പറഞ്ഞു. അപ്പം രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വിട്ടുകളയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ സിനിമയുടെ ഡയറക്ടർ പറഞ്ഞു, ഞങ്ങളിത് ഫെഫ്കയ്ക്ക് കൊടുക്കാൻ പോവാണ് കംപ്ലൈൻറ്റ് ഈ പുള്ളിക്കാരനെതിരെ. അപ്പോൾ ജ്യോതിയും കൂടി ഒരു കംപ്ലൈൻറ്റ് തന്നാലേ അതിന് സ്ട്രോങ് ആവുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നും അറിയില്ലേ. ഞാൻ പറഞ്ഞു, ശരി ഞാനും വരാമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കംപ്ലൈൻ്റ് ആയി ഫസ്റ്റ് നിൽക്കുന്ന സാധനം.
ഭയങ്കര പ്രശ്നമായി. അത് ആക്ച്വലി സംസാരിച്ച് തീർക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ പുള്ളിക്കാരനെ ഹേർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ, സത്യമായിട്ടും. പിന്നെ അയാൾ സംസാരിച്ച രീതി ഇച്ചിരി വിഷമം ഉണ്ടാക്കി. അതൊരു പേഴ്സണലി എനിക്കിതായി. പിന്നെ പുള്ളിയെ 6 months സസ്പെൻഡ് ചെയ്തു. എന്തോ ഫാമിലിയിലൊക്കെ എന്തോ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വേറെ വേർഷനിലേക്ക് വന്നു കഥ. പുള്ളിയുടെ റൂമിലേക്ക് എന്നെ വിളിച്ചു എന്നൊക്കെ ആയിട്ടുള്ള കഥയൊക്കെ പിന്നെ പുറത്ത് വന്നപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് വിഷമമായത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിക്കാരന്റെ വൈഫിനെ വിളിച്ച് സംസാരിക്കട്ടെ, കാരണം ഇതൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോയി, കംപ്ലീറ്റ് പോയി. ഞാൻ കൊടുത്ത കംപ്ലൈന്റും അതൊന്നും ആയിരുന്നില്ലേ. വന്നു കഴിഞ്ഞപ്പം വേറെ ന്യൂസ് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് പക്ഷെ പിന്നെ ആ പുള്ളിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തു. വേറെ പ്രൊഡക്ഷൻ പുള്ളി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പുള്ളിച്ച് ഭയങ്കര ഗൗരവം. അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സാധനം പുറത്തെത്തിയപ്പോ വലുതായി, വളരെ വലുതായി. ഈ ഫേക്ക് ന്യൂസ് ഇല്ലേ, ഫേക്ക് ന്യൂസ്, അതായത് ഇപ്പൊ ന്യൂസ് വേറെ ആയിരിക്കും, പക്ഷെ പുറത്തെത്തുമ്പോ അത് കുറച്ച് വലുതായി വരും. അതിനെ കുറിച്ച് ആഘോഷിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അതല്ലേ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നമ്മൾ ഒരാള്, ഞാനൊരു ചെറിയ ക്യാമ്പയിൻ നടത്തി, ഒരു പൂച്ചക്കാളി പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. സോറി ചാലഞ്ച് സലിം കുമാറിനോടൊക്കെ പറഞ്ഞത് ഒക്കെ കണ്ടിരുന്നത്. ഞാൻ എന്തിനാ അത് ചെയ്തതെന്നറിയോ? പേർപ്പസ്ഫുള്ളി ചെയ്തതാണ്. ഞാൻ അത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അരുണിനോട് പറഞ്ഞു, ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ പോവാണ്, ഇത് ആരും തിരിഞ്ഞു നോക്കൂല, നോക്കിക്കോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. അന്നേരം ആ സ്വർണ്ണക്കടത്തിന്റെ കേസ് ഒന്ന് നോക്കിയേ, അറിയാത്ത ചാനലുകാരുണ്ടായിരുന്നില്ല. എത്ര സ്ഥലത്ത് വന്നെന്നറിയോ? ഉള്ള മഞ്ഞപത്രമാണ് മൊത്തം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആ ഒറിജിനൽ എൻ്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പം ഈ പറയുന്ന എല്ലാ നല്ല ചാനൽസും വന്നിട്ട് ആ ന്യൂസ് ഷെയർ ചെയ്തു. അതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവരോടൊക്കെ ഏഷ്യാനെറ്റ്, മനോരമ, ഇത് എല്ലാവരും വന്നിട്ട് ഇത് ചെയ്ത് വന്നു. അപ്പം ഈ ഒരാളിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവാണ് ഇന്നത്തെ ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക്. അങ്ങനെ ആയി. അപ്പം ഒന്നും ചെയ്യാനില്ല. എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇപ്പം വാ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞുള്ളത് എന്തൊക്കെ രീതിയിൽ പുറത്ത് വരുന്നുള്ള എനിക്ക് സത്യം. നിങ്ങളായിരിക്കില്ല അത് റിപ്പോർട്ട് ചെയ്യുന്നത്, വേറെ ചാനലുകാരാണ് എടുത്തിട്ട് ഇത് ചെയ്യണത്. ഇതിൻ്റെ താഴെ വന്ന് കുറേ തെറിവിളി ഉണ്ടാവും. പിന്നെ എന്താ പറയാ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചകഞ്ഞെടുത്ത് അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എന്തൊക്കെ പറയട്ടെ, പറയുന്നവർ പറയും, എല്ലാം ചെയ്യാനില്ല. അഭിനയിക്കുകയാണെങ്കിൽ തന്നെ ഏത് ഡയറക്ടറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? പുതിയ ആൾക്കാരുടെ കൂടെ, പുതിയ ആൾക്കാരുടെ കൂടെ. അവർ ഭയങ്കര ക്രിയേറ്റീവാണ്, ഭയങ്കര രസമായിട്ടുള്ള ഇതൊക്കെയാണ്, പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതലും അവർ ഭയങ്കരമായിട്ട് സിനിമയെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരുപാട് ഓഫറുകൾ കിട്ടട്ടെ. വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾ ഇനി കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ. അതെ, അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. നമുക്ക് ഇനിയും കാണാം. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്.